നമസ്കാരം, KS മെൻ്റർ മെയിൻസ് ഡിസ്കഷൻ സീരീസിലേക്ക് സ്വാഗതം. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ഓരോ വീതം ചോദ്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാ ചോദ്യങ്ങളെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു എസ്റ്റാബ്ലിഷ്ഡ് ആര്യ സമാജ്, വാട്ട് വാസ് ഇറ്റ്സ് ഗോൾ? ഇതൊരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ചോദ്യമാണ്. എക്സാമിൻ ദ ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഓൺ ഇന്ത്യൻ സൊസൈറ്റി socially and culturally in the 19th century. Third question, discuss in detail the contributions of Savitribai Phule on women's education and establishing equality in India. ഇതൊരു 10 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി നമുക്ക് ആൻസർ ഡിസ്കഷനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഹു എസ്റ്റാബ്ലിഷ് ആര്യ സമാജ്, വാട്ട് വാസ് ഇറ്റ്സ് ഗോൾ? ഇതൊരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്. 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ സാധാരണ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ വേർഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20 വേർഡ്സ് ആണ്. 20 വേർഡ്സിനുള്ളിൽ വേണം ഇതിൻ്റെ ആൻസർ എഴുതാനായിട്ട്. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇസ് ഹു എസ്റ്റാബ്ലിഷ് ആര്യ സമാജ്, വാട്ട് വാസ് ഇറ്റ്സ് ഗോൾ? ഇത് 2 പാർട്ടായിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ ഹു എസ്റ്റാബ്ലിഷ്ഡ് ആര്യ സമാജ് എന്നാണ്. നമുക്കറിയാം ആര്യ സമാജ് വാസ് ഫൗണ്ടഡ് ബൈ ദയാനന്ദ സരസ്വതി ഇൻ 1875. നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ വാട്ട് വാസ് ഇറ്റ്സ് ഗോൾ. വാട്ട് വാസ് ഇറ്റ്സ് ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ് എന്നാണ് ചോദ്യം. ഇത് 2 മാർക്കിൻ്റെ ചോദ്യം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു വേർഡ് ലിമിറ്റ് കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് തന്നെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ. ഇതിൽ വാട്ട് വാസ് ഇറ്റ്സ് ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ: 1 റിവൈവലിസ്റ്റ് മൂവ്മെന്റ്, 2 റീകൺസ്ട്രക്ഷൻ ഓഫ് 4-fold വർണ്ണ സിസ്റ്റം ഓൺ മെറിറ്റ് ക്രിയേഷൻ rather than birth, opposition to untouchability, caste discrimination, child marriage, etc., acceptance to authority of Vedas, preaching fatherhood of God, brotherhood of man, absolute justice, equality of sex, etc. ശുദ്ധി മൂവ്മെന്റ് എന്നൊരു പോയിന്റ് കൂടെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, ആര്യ സമാജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ശുദ്ധി മൂവ്മെന്റ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സിലൊന്നല്ലായിരുന്നു. ഓക്കെ, പിന്നീട് ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് ഈ ശുദ്ധി മൂവ്മെന്റ് ആര്യ സമാജിന്റെ ഭാഗമായിട്ട് മാറുന്നത്. ആ ഒരു പോയിന്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. സോ ഈ പറഞ്ഞ പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എക്സാമിൻ ദ ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഓൺ ഇന്ത്യൻ സൊസൈറ്റി സോഷ്യലി ആൻഡ് കൾച്ചറലി ഇൻ ദി 19th century. ഇതൊരു 5 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് തന്നെ വേർഡ് ലിമിറ്റ് ഇസ് 60 വേർഡ്സ്. ഇവിടെ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട കീ വേർഡ്സ് എന്ന് പറയുന്നത് 1 19th century, 2 ഇന്ത്യൻ സൊസൈറ്റി ഇൻ സോഷ്യലി ആൻഡ് കൾച്ചർ ആസ്പെക്ട്, അതുപോലെ തന്നെ ഡയറക്റ്റീവും ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് എക്സാമിൻ. സോ ഒരു അനലിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവിൽ വേണം നമ്മൾ ഇതിൻ്റെ ആൻസർ എഴുതാനായിട്ട്. ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനോട് കൂടി തന്നെ ഇതിൻ്റെ ആൻസറിൽ സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് മെനി സോഷ്യൽ ഈവൽസ് വെയർ പ്രിവൈലന്റ് ഇൻ ദ 19th century വിച്ച് വാസ് എഗെയിൻസ്റ്റ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് വാല്യൂസ്. വിമൻ വെർ ഡിസ്ക്രിമിനേറ്റഡ് അഗെയിൻസ്റ്റ് അറ്റ് ഓൾ സ്റ്റേജസ് ഓഫ് ലൈഫ്. ഇനിയാണ് നമ്മൾ പോയിന്റിലേക്ക് കടക്കുന്നത്. ബ്രിട്ടീഷ് ബ്രോട്ട് ന്യൂ ഐഡിയാസ് സച്ച് ആസ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രീഡം ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. ദീസ് ഐഡിയാസ് അപ്പീൽ ടു ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ആൻഡ് ലെഡ് ടു സെവറൽ റിഫോം മൂവ്മെന്റ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി ലെഡ് ബൈ വിഷണറി ഇന്ത്യൻസ് സച്ച് ആസ് രാജാ റാംമോഹൻ റോയ്, സർ സെയ്ദ് അഹമ്മദ് ഖാൻ, എക്സെട്ര. ഇതിൻ്റെ ഭാഗമായിട്ട് പല സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ റിഫോംസും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ അത്തരം റിഫോംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. ആൻറ്റി-സതി റെസൊല്യൂഷൻ ഓഫ് 1829 ബൈ ലോർഡ് ബെൻറ്റിക്, വിഡോ റീമാരേജ് ആക്ട് ഓഫ് 1856 ആൻഡ് 1872 പാസ് ചെയ്ത ലോ ഉണ്ട് സാങ്ഷനിങ് ഇന്റർ കാസ്റ്റ് ആൻഡ് ഇന്റർ കമ്മ്യൂണൽ മാരേജസ്. ഇതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം. ഇറ്റ് ഈസ് സം കൈൻഡ് ഓഫ് എവിഡൻസ്. ഈ പറഞ്ഞ പോയിന്റ്സിനെ എല്ലാം തന്നെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ഒരൊറ്റ സെന്റൻസിൽ ഒരു പ്രോപ്പർ കൺക്ലൂഷനോട് കൂടി ഈ ആൻസർ റാപ്പപ്പ് ചെയ്യാൻ കഴിയും. ദോ ദ ബ്രിട്ടീഷ് ഫോളോഡ് എ ഹാഫ് ഹാർട്ടഡ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ പോളിസി ഇൻ ഇന്ത്യ, വെസ്റ്റേൺ ഐഡിയാസ് ഓൾസോ ഹാഡ് സം പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ ദി സൊസൈറ്റി. ഇത്രയും പറഞ്ഞ് ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് എൻഡ് ചെയ്യാം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് സാവിത്രിബായ് ഫൂലെ ഓൺ വിമൻസ് എഡ്യൂക്കേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ഇക്വാലിറ്റി ഇൻ ഇന്ത്യ. ഈ ഒരു ചോദ്യം 10 മാർക്കിൻ്റെ ചോദ്യമാണ്. വേർഡ് ലിമിറ്റ് ഈസ് 150 വേർഡ്സ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡയറക്റ്റീവ് ഇസ് ഡിസ്കസ്. ഡിസ്കസ് എന്നതാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത, നമ്മുടെ ഒപ്പീനിയൻ കൂടി എഴുതാനുള്ള ഒരു പ്രൊവിഷൻ ഈ ഒരു ചോദ്യങ്ങളിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒരു പ്രോപ്പർ ഫോർമാറ്റിലായിരിക്കണം എഴുതാനായിട്ട്. ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ഒരു ബോഡി പാർട്ട് വേണം, അതുപോലെ തന്നെ അവസാനം എൻഡിങ് കൺക്ലൂഷനും വേണം. സോ ഇതിൽ ഇൻട്രൊഡക്ഷനായിട്ട് ആരാണ് സാവിത്രിബായ് ഫൂലെ എന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ദാറ്റ് ഈസ് സാവിത്രിബായ് ഫൂലെ, ദ സോഷ്യൽ റിഫോമർ ഹു ഈസ് കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദ ഇന്ത്യാസ് ഫസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റ്. എമംഗ് her accomplishments, she is especially remembered for being India's first female teacher who worked for the upliftment of women and untouchables in the field of education and literacy. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് ആയിട്ട് നമുക്ക് കോൺട്രിബ്യൂഷൻസ് ഉൾപ്പെടുത്താം. കോൺട്രിബ്യൂഷൻസ് ഇൻ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ഇൻ ഇക്വാലിറ്റി. വേണമെങ്കിൽ പോയിന്റ് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ആയിട്ടോ നമുക്കിതിൻ്റെ ആൻസർ എഴുതാൻ സാധിക്കും. കോൺട്രിബ്യൂഷൻ ടു വിമൻസ് എഡ്യൂക്കേഷൻ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്ന പോയിന്റുകൾ: 1 ഇൻ ദ 19th century when
public education was limited, Jyotiba and Savitri opened a school for women in 1848. It was a country's first school for women started by Indians. അതുപോലെ തന്നെ in the 1850s, the Phule initiated 2 educational trusts, Native Female School Pune, the Society for Promoting the Education of Mahas Monks and etc. ഈ 2 എഡ്യൂക്കേഷണൽ ട്രസ്റ്റുകളുടെയും അണ്ടറിൽ പല സ്കൂളുകളും പിന്നീട് ഓപ്പൺ ചെയ്യപ്പെട്ടു. 1854 കാവ്യ ഫൂലെ എന്നും 1892 ഭവൻ കാശി സുബോധ് രത്നാകർ എന്ന പേരിലും 2 പുസ്തകങ്ങൾ സാവിത്രിബായ് ഫൂലെ പബ്ലിഷ് ചെയ്തിരുന്നു. അതിലെല്ലാം തന്നെ എഡ്യൂക്കേഷനെ എംഫസൈസ് ചെയ്യുന്ന രീതിയിലുള്ള സ്ലോഗൻസും ടൈറ്റിൽസ് എല്ലാം നമുക്ക് കാണാൻ കഴിയും. ലൈക്ക് ഗോ ഗെറ്റ് എഡ്യൂക്കേഷൻ. ഇനി കോൺട്രിബ്യൂഷൻ ടു ഇക്വാളിറ്റിയിലേക്ക് പോവാം. 1852 സാവിത്രിബായ് സ്റ്റാർട്ടഡ് ദി മഹിളാ സേവാ മണ്ഡൽ ടു റേസ് അവയർനെസ് അബൌട്ട് വിമൻസ് റൈറ്റ്. അതുപോലെ തന്നെ ചൈൽഡ് മാരേജ്, വിഡോ റീമാരേജിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും പല രീതിയിലുള്ള ക്യാമ്പയിനുകളും ഇവർ സംഘടിപ്പിച്ചിരുന്നു. In 1863, they started a home for the prevention of infanticide in their own house for the safety of pregnant, exploited Brahmin widows and to nurture their children. It was known as Balahatya Pratibandhak Griha. Also, she initiated the first Satyashodak marriage, a marriage without a dowry, Brahmin priest or Brahminical rituals in 1873. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ബോഡി പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അവസാനം നമുക്കൊരു കൺക്ലൂഷൻ കൊടുക്കാം. ബോഡി പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളെല്ലാം തന്നെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട്, കൺവിൻസ് ചെയ്തുകൊണ്ട് ഒരു കൺക്ലൂഷൻ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഇസ്, ഷീ ഈസ് കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദ ക്രൂസേഡേഴ്സ് ഓഫ് ജെൻഡർ ജസ്റ്റിസ് ആൻഡ് ഹർ അച്ചീവ്മെന്റ്സ് വെർ ഡൈവേഴ്സ് ആൻഡ് ന്യൂമറസ്, ബട്ട് ദേ ഹാഡ് എ സിംഗുലർ എഫക്ട് പോസിംഗ് എ ബ്രേവ് ആൻഡ് പയനറിംഗ് ചാലഞ്ച് ടു ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് പാട്രിയാർക്കി. ഇതൊരു 10 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് തന്നെ 150 വേർഡ്സിനുള്ളിൽ ഇതിന്റെ ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ഡിസ്കഷൻ സീരീസ് എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഫോർ ദ ടൈം ബീങ് സൈനിങ് ഓഫ്. ഹാപ്പി ലേണിംഗ്. താങ്ക് യു. മത്സര പരീക്ഷകൾക്കായി കേരള സംസ്ഥാന രൂപീകരണത്തെക്കുറിച്ച് ആഴത്തിലറിയാൻ ഒരു സുവർണാവസരം. സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും സാഹിത്യ നിരൂപകനും സാംസ്കാരിക ചരിത്രകാരനുമായ ഡോക്ടർ പി കെ രാജശേഖരൻ ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നു. മെയ് 17 വൈകുന്നേരം 4 മണിക്ക് KAS മെന്ററിന്റെ യൂട്യൂബ് ചാനലിൽ. ഈ സുവർണാവസരം നഷ്ടപ്പെടാതെ വിനിയോഗിക്കുക.